ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മാങ്ങാക്കറിയാണ്. ഈ 2-3 മാങ്ങ ഈ വലിപ്പത്തിലുള്ളത് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ സവാള ഒരു ഒനിയൻ ഇട്ടിട്ടുണ്ട്, ഗാർലിക് ജിഞ്ചർ ചെറുതായിട്ട് അരിഞ്ഞത്, 5-6 ഗാർലിക്കും ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇതിന്റെ അകത്തായിട്ട് നമ്മൾ കറി ലീഫ് ആഡ് ചെയ്യുന്നു. 3 സ്പൂൺസ് ഓഫ് കോറിയാണ്ടർ പൗഡർ. നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഈ ചില്ലി പൗഡർ ജസ്റ്റ് 1 സ്പൂൺ ഇട്ടാൽ മതിയാകും. ഇത്തിരി സോൾട്ട്, ഒരു 2 സ്പൂൺ സോൾട്ട്. പിന്നെ നമ്മൾ ഈ 3 മുളക് ഇതിൽ കട്ട് ചെയ്ത് ആഡ് ചെയ്യുന്നു. നമ്മളിത് നേരൊക്കെ വെള്ളം ഒഴിക്കുകയാണ്, നേരത്തെ പച്ചവെള്ളം ഒഴിക്കുക. ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വേകുന്നവരെ ഒന്ന് മൂടി വെക്കുക, ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിടുന്നു. നമ്മള് മാങ്ങാക്കറിക്ക് വേണ്ടി കടുക് പൊട്ടിക്കാൻ പോവാണ്. അതിനായിട്ട് നമുക്കൊരു കുഞ്ഞ് പാത്രം കിട്ടിയിട്ടുണ്ട്, കണ്ടോ. നമ്മൾ നാട്ടിൽ പോയി മേടിച്ചതാണ് കടുക് പൊട്ടിക്കാൻ വേണ്ടി. അതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിക്കുകയാണ്, ഒരു 2-3 സ്പൂൺ ഓഫ് ഓയിൽ. നന്നായിട്ട് ചൂടാവട്ടെ. ഓയിൽ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫെനുഗ്രീക്ക് സീഡ്സ് കുറച്ച് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ ഇച്ചിരി മസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യാം. ഫെനുഗ്രീക്ക് സീഡ്, ഉലുവ പതുക്കെ പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മസ്റ്റാർഡ് ആഡ് ചെയ്യാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി അതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് കറി ലീവ്സ് കൂടി ആഡ് ചെയ്യാം. നമ്മൾ 6 ടേബിൾ സ്പൂൺ ഓഫ് കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഉപയോഗിക്കാറ്. അതൊരു 6 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വാം വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ട് സ്റ്റെർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ മാങ്ങാക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ അടിപൊളി മാങ്ങക്കറി റെഡി ആയിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ചെറു ചൂടോടുകൂടി മാങ്ങക്കറി കൂട്ടി ഉണ്ണാം. ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങളുടെ നല്ല തേങ്ങാപ്പാൽ പിഴിഞ്ഞ നല്ല മാങ്ങക്കറി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് വെച്ച് ചൂടോടെ നല്ല ഇച്ചിരി ചോറൊക്കെ ഒരു പപ്പടമൊക്കെ വെച്ച് ഉണ്ണാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറൊക്കെ തനിയെ കുറെ ഉണ്ടുപോകും. നിങ്ങളും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.